നമസ്കാരം. ഞാൻ ഡോക്ടർ അനസ്, ശിശുരോഗ വിദഗ്ധൻ, അപ്പെക്സ് ഹെൽത്ത് കെയർ ചൈൽഡ് അഡോൾസെന്റ് ക്ലിനിക്, വാക്സിനേഷൻ സെന്റർ ആലുവ. പീഡിയാട്രിക്സിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ന്യൂട്രീഷൻ. അപ്പോൾ കുട്ടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ, അവരുടെ ബേസിക്, അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പോഷകാഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇമ്മ്യൂണൈസേഷൻ, കൃത്യമായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുക. പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഈ കുഞ്ഞ് കൃത്യമായിട്ട് വളരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് പോകേണ്ടത് സാധാരണ ഒരു അസുഖം, പനിയുള്ളപ്പോഴോ ചുമയുള്ളപ്പോഴോ ഓക്കെ പോകണം. പക്ഷേ ഒരു കുഞ്ഞിനെ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ചുരുങ്ങിയ പക്ഷെ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കണം. കാരണം കുഞ്ഞിൻ്റെ വളർച്ചയുടെ പല നാഴികക്കല്ലുകളും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും മൈൽ സ്റ്റോൺസൊക്കെ ഡിലേ ആയി, വളർച്ച മുരടിച്ച്, തീരെ പോഷകാഹാര കുറവായി, നീളം വെക്കാതെ ഗ്രഹണി പിടിച്ച പോലെ, അല്ലെങ്കിൽ ഓവർ വെയിറ്റും പൊണ്ണത്തടിയുമായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാർത്തെടുക്കേണ്ടത്. വെച്ചാൽ ഏജ് അപ്രോപ്രിയേറ്റ് ഗ്രോത്ത് ഡെവലപ്മെന്റ്സ്. അപ്പോൾ ഈ ഗ്രോത്തിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈറ്റിൻ്റെ ഒപ്പം തന്നെ വെയിറ്റും. അപ്പോൾ വെയിറ്റ് വെക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പോഷകാഹാരങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് വെയിറ്റ് വെക്കും. അതുപോലെ തന്നെ ഹൈറ്റ് പക്ഷെ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ, ചില അസുഖങ്ങളിൽ, ചില ഡെഫിഷ്യൻസികളിൽ ഹൈറ്റിൻ്റെ വളർച്ച കിട്ടാതിരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു കുഞ്ഞിൻ്റെ ഹൈറ്റ് ഇപ്പോൾ ജനിച്ച സമയത്ത് ഉണ്ടാകുന്ന നീളത്തിൻ്റെ 4 ഇരട്ടി, ആദ്യത്തെ 2 ഇരട്ടി കൂടുന്നത് 2 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന നീളത്തിൻ്റെ ഇരട്ടിക്കുന്നത് എപ്പോഴാണ്? 2 വയസ്സാകുമ്പോൾ. അതിനുശേഷം പിന്നെ അത് ഓരോ സ്റ്റേജിലും അങ്ങനെ കടന്നു പോകുമ്പോൾ പിന്നെ വർഷത്തിൽ 7 സെൻറ്റിമീറ്റർ നീളം കൂടണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കൗമാരപ്രായക്കാർ, പെൺകുട്ടികളൊക്കെ ഒരു 2 ഗ്രോത്ത് സ്പേർട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 വയസ്സിൻ്റെ ആ ഒരു സമയത്തൊരു വളർച്ച സ്പീഡ് കൂടുന്നുണ്ട്, പിന്നെ കുറച്ച് സ്ലോ ആകും. അത് കഴിഞ്ഞ് പിന്നെ 5 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ ഒരു ഗ്രോത്ത് സ്പേർട്ട് പറയുന്നുണ്ട്, സ്പീഡിൽ വളരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൺകുട്ടികൾ 10 വയസ്സ് തൊട്ട് അങ്ങോട്ട് ഒരു 16 വയസ്സ് വരെയൊക്കെ വളരും. പെൺകുട്ടികളാണെങ്കിൽ 9 വയസ്സിലാണ് തുടങ്ങുന്നത്. പീരീഡ്സ് എപ്പോൾ ആകുന്നോ ആ ഡേറ്റ് വരെ, ആ ദിവസം വരെ അവർ നല്ലപോലെ വളരും. ഗ്രോത്ത് സ്പേർട്ടാണ്, ഫാസ്റ്റായിട്ട് ഹൈറ്റൊക്കെ വയ്ക്കും. പീരീഡ്സ് എന്നായോ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വളർച്ച വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ന്യൂട്രീഷൻ കൊടുക്കേണ്ടതും കുഞ്ഞുങ്ങൾ ഹൈറ്റ് വെക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ കാലയളവിലാണ്. എന്തുകൊണ്ട് ഹൈറ്റ് ചില ഘട്ടങ്ങളിൽ വെച്ചില്ല എന്ന് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവും, ഹൈറ്റ് വെക്കില്ല. കാരണം ഒരു എല്ല് വളരണമെന്നുണ്ടെങ്കിൽ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം വൈറ്റമിൻ ഡി ആണ്. കാരണം വൈറ്റമിൻ ഡി കിട്ടിയില്ലെങ്കിൽ കാൽഷ്യം നമ്മൾ എത്ര കഴിച്ചാലും അത് ബോണിലേക്ക് പോകില്ല, ശരീരത്തിൽ വലിച്ചെടുക്കത്തില്ല. വൈറ്റമിൻ ഡി ഒരു എല്ലാവർക്കും കുറവാണ്, കാരണം നമ്മൾ വെയിൽ കൊള്ളുന്നില്ല. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ വെയിൽ എക്സ്പോഷർ വളരെ കുറവാണ്. കുട്ടികൾ വീടിൻ്റെ അകത്തളങ്ങളിലാണ്, പുറത്തിറങ്ങുന്നില്ല, വെയിൽ കൊള്ളുന്നില്ല. നമ്മൾ ഐഡിയലി സൺലൈറ്റ് വൈറ്റമിനാണ് വൈറ്റമിൻ D3. വേറെ ഒരു ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് വൈറ്റമിൻ ഡി കിട്ടത്തില്ല. ഒരു ദിവസം നമ്മൾ ഒരു അരമണിക്കൂർ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ, വെയിൽ എങ്ങനെ കൊള്ളുന്നു പറഞ്ഞാൽ നമ്മൾ ദേഹത്ത് പ്രോപ്പറായിട്ട് വെയിൽ വീഴണം. സ്കിന്നിൽ വെയിൽ വീണാൽ മാത്രമേ അത് സിന്തസിസ് ചെയ്ത് വൈറ്റമിൻ ഡി ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ ശരീരത്തിൽ. ഈ വൈറ്റമിൻ ഡിക്ക് മാത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മീനും മുട്ടയും പച്ചക്കറികളും പാല കുടിക്കുമ്പോൾ കിട്ടുന്ന കാൽഷ്യം, ഈ വൈറ്റമിൻ ഡി ആണ് ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ വളർച്ചേനെ കാര്യമായിട്ടത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഹൈറ്റ് വെക്കുന്നില്ല, ഏജ് അപ്രോപ്രിയേറ്റ് ഹൈറ്റ് പോകുന്നില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം. കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. വെയിൽ കൃത്യമായിട്ട് കുട്ടികളെ കൊള്ളിക്കണം. ഉച്ചയ്ക്കത്തെ ഒരു 11 o'clock to 1 o'clock വെയിലാണ് എപ്പോഴും അപ്രോപ്രിയേറ്റ് വെയിൽ. അപ്പോൾ നമ്മൾ ലളിതമായിട്ടുള്ള വസ്ത്രം ധരിച്ച് നമ്മൾ വെയിൽ സ്കിന്ന് നമ്മുടെ വീണ് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള അപ്രോപ്രിയേറ്റുള്ള വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കിട്ടും. പക്ഷേ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, കാരണം ചില കുട്ടികൾ വൈകുന്നേരം ഒരു കാൽവേദന പറയാറുണ്ട്. ഒത്തിരി കളിക്കുന്ന ദിവസങ്ങളിൽ ഗ്രോയിങ് ഏജിൽ വൈകിട്ട് ഒരു 6-7 മണിക്ക് ഒരു കാലിന് മുട്ടിന് താഴെ വേദന പറയുന്നത് ഗ്രോയിങ് പെയിൻ ആണ്. അത് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. വളരാൻ ഇങ്ങനെ വെമ്പ് നിൽക്കുന്ന കാലിലാണ് ഈ വേദന, വൈറ്റമിൻ ഡി കുറവാണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് അത് മരുന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ വളർച്ചയ്ക്ക് മറ്റൊരു കാരണം തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടെങ്കിൽ ഹൈറ്റ് വെക്കത്തില്ല. അപ്പോൾ അതും ഈ കുഞ്ഞ് ഒരു 5 വയസ്സ് 6 വയസ്സ് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുന്നില്ല, അല്ലെങ്കിൽ 10 വയസ്സ് ആ സമയത്ത് വളരെ ഹൈറ്റ് കുറഞ്ഞു നിൽക്കുന്ന, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ അവരെ സമപ്രായക്കാരായിട്ട് കമ്പയർ ചെയ്യുക. ചില കുട്ടികൾ അസംബ്ലിയിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നു, ചില കുട്ടികൾ അസംബ്ലിയിൽ ബാക്കിൽ നിൽക്കുന്നു. ഒരു ഹൈറ്റ് ഡിഫറൻസ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ സമപ്രായക്കാർ തന്നെ പല ഹൈറ്റ് കാറ്റഗറീസ് ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്നുണ്ട് ഏതാണ്ടൊരു ആവറേജ് ഹൈറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ,
പാരൻസിന് ഹൈറ്റ് കുറവാണെങ്കിൽ ശരി, ഒരു ആവറേജ് നമ്മൾ ഹൈറ്റ് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഹൈറ്റ് കുറവായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിലേ, ഫാദറിന് ഇതിന്റെ പ്രായത്തിൽ ഹൈറ്റ് കുറവായിരുന്നു, ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഹൈറ്റ് കൂടി. അപ്പോൾ അതും ഒരുപക്ഷെ കുട്ടികളിൽ പറഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോൾ ഹൈറ്റ് വെച്ചോളും. പക്ഷെ എന്നാലും നമ്മൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കണം, ഹൈറ്റ് വളരെ ആൾ ഗ്രോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇതിൽ ഗ്രോത്ത് ചാർട്ട് ഉണ്ട്, ഗ്രോത്ത് ചാർട്ടിൽ നമുക്ക് ഹൈറ്റ് പ്ലോട്ട് ചെയ്യണം. ആ പ്ലോട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഗ്രോ ചെയ്ത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഹൈറ്റ് നമ്മളിവിടെ പാരൻസിന്റെ ഹൈറ്റും ഫാദറിന്റെയും മദറിന്റെ ഹൈറ്റ് പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ആവറേജ് എടുത്തിട്ട് ടാർഗറ്റ് ഹൈറ്റ് പ്ലോട്ട് ചെയ്തിട്ട് ആ ടാർഗറ്റിലാണോ ഹൈറ്റ് പോകണമെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ എങ്ങനെ ഹൈറ്റ് ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഹൈറ്റ് ക്യാച്ചപ്പ് ചെയ്യുന്നില്ല എങ്കിൽ എവിടെയെങ്കിലും ഒരു ഡൗൺഫോൾ കാണുന്നുണ്ട്. നമ്മൾ ഹോർമോൺ കാര്യങ്ങൾ, പ്രധാനമായിട്ടും തൈറോയ്ഡ് പ്രശ്നമാണ്, ഏത് പ്രായത്തിൽ ആർക്കും വേണമെങ്കിലും വരാം. ഇപ്പം ഗ്രോത്ത് ഹോർമോണിന്റെ കുറവ് കൊണ്ടും ഹൈറ്റ് വരാം, വളർച്ചയെ ബാധിക്കാം. പക്ഷെ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് മിക്കവാറും ഈ ഒരു തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അത് ഇല്ലെന്ന് ഉറപ്പ് വരുന്നതാണ്, ഹൈറ്റ് വെക്കുന്നില്ല അത് കുട്ടികളിൽ. അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യണം, നമ്മൾ കലോറി സപ്ലിമെന്റ് ചെയ്യണം, ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടെങ്കിൽ തൈറോയിഡിന്റെ മരുന്ന് കഴിപ്പിക്കണം. അതുപോലെ അത്യാവശ്യം വ്യായാമങ്ങളും എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഹൈറ്റ് വെപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ പ്രായത്തിലും ഉള്ള ഹൈറ്റും അവരുടെ ഗ്രോത്തും കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്യണം. മറ്റ് അവർ സമപ്രായക്കാരായിട്ട് നമ്മൾ ഫാമിലിയിലെ ഹൈറ്റ് വെച്ചിട്ട് ആ ഹൈറ്റിൽ അപ്രോപ്രിയേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഫെയിലിയർ ടു ത്രൈവ് ആണ്, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആണ്, വളർച്ച മുരടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം നമ്മളൊരു പ്രായം കഴിഞ്ഞിട്ട് ഇടപെട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഹൈറ്റ് തീരെയില്ല, 13 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. കാരണം പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് ഒട്ടും വെക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇനിപോലെ ഗ്രോത്ത് ഹോർമോൺ കൊടുത്ത് ഹൈറ്റ് കൂട്ടണം, അല്ലെങ്കിൽ പോഷകാഹാരം കൊടുത്ത് ഹൈറ്റ് കൂട്ടണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് വൈറ്റമിൻ ഡി ഒക്കെ സപ്ലിമെന്റ് ചെയ്ത് ഹൈറ്റ് കൂട്ടണം. ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്താലേ കാര്യം നടക്കുന്നുള്ളൂ. 13 വയസ്സ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി ഹൈറ്റ് ഇല്ല, തീരെയില്ല, ഹൈറ്റ് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ ഗ്രാത്ത് ഫ്ലോട്ട് ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉള്ളപ്പോഴും മാത്രമല്ല, അസുഖം ഇല്ലാത്തപ്പോഴും ഒരു വെൽ ബേബി ചെക്കപ്പ്, ഒരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ഒരു ആവറേജ് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും വലിയ മുതിർന്ന കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വളരുന്ന ഏജിൽ ഒരു 3 മാസം 6 മാസം ഗ്യാപ്പിൽ ഡോക്ടറെ കാണിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു.